വെൽക്കം ടു ചന്ദ്രൂസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ക്യുക്ക് സാമ്പാർ അല്ലെങ്കിൽ ഈസി സാമ്പാർ. ഈ റെസിപ്പി ബിഗിനേഴ്സിനുള്ളതാണ്. ഇത് സാമ്പാർ പൗഡർ ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ആ റെസിപ്പി നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് തോരപ്പരിപ്പ്, കഴുകി വൃത്തിയാക്കിയ തോരപ്പരിപ്പ്. ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു പ്രഷർ കുക്കറിൽ നന്നായി വേവിക്കുക. ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കണം. ഇതിനുള്ള വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, ക്യാരറ്റ്, മുരിങ്ങക്കായ, വെള്ളരി, കുമ്പളങ്ങ മുതലായവയൊക്കെയാണ്. പടവലങ്ങ ഇതെല്ലാം വൃത്തിയായി കഴുകി നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് പ്രഷർ കുക്കറിൽ പരിപ്പ് വേവിക്കാം. പരിപ്പ് ഇവിടെ പ്രഷർ കുക്കറിൽ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ല ഉടച്ച് വേവിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. ഇത് പ്രഷർ കുക്കറിൽ ഒരു വിസിലിട്ട് വേവിക്കുക. അതായത് നമ്മുടെ വെജിറ്റബിൾസ് അധികം വെന്ത് പോവരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിലിടാം. പ്രഷർ കുക്കറിൽ നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സാമ്പാർ പൊടി, നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. വറവിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് വറ്റൽമുളക്, കറിവേപ്പില, ഒരല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കടുക്, ഓയിലൊഴിക്കുക. നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇടാം. മല്ലിയില ഇട്ടാൽ നല്ല ഫ്ലേവറായിരിക്കും സാമ്പാറിന്. ഇനി ഇത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. Enjoy the recipe. Don't forget to like and subscribe. Thank you.